പെർമ്യൂട്ടേഷൻസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഹൗ മെനി 4-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5, 6 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്? ഹൗ മെനി 4-digit ഈവൻ നമ്പേഴ്സ്, 4 ഉള്ള ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും യൂസിങ് ദ ഡിജിറ്റ് 0, 1, 2, 3, 4, 5, 6 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഡിജിറ്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ 0 മുതൽ 6 വരെയുള്ള ആ ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4-digit ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ. 0 മുതൽ 6 വരെയാണ്, 7 ഡിജിറ്റുകളാണ് ഉള്ളത്. നമുക്ക് ഫോം ചെയ്യേണ്ടത് 4-digit നമ്പറാണ്. പക്ഷേ 4-digit നമ്പർ അല്ല, 4-digit ഈവൻ നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. ഇവിടെ അറിയേണ്ടത്, ഒരു നമ്പർ ഈവൻ ആവണമെങ്കിൽ അതിൻ്റെ വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ്, ദാറ്റ് മീൻസ് എൻ്റെ റൈറ്റ് എൻ്റെ സ്ഥാനം, ആ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇവിടെ 8 വന്നാലും ഈവൻ ആവും. പക്ഷേ 8 ഇതിനകത്തില്ല. തന്നിരിക്കുന്ന ഡിജിറ്റ് കൂട്ടത്തിൽ 8 ഇല്ലല്ലോ. തന്നിരിക്കുന്ന ഡിജിറ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് 0, 2, 4, 6 ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റാണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ വരുന്നതെങ്കിൽ ആ നമ്പർ ഈവൻ ആവും. ആണ്, there are 7 digits, 7 ഡിജിറ്റ് ഉണ്ട്. If the number is even, then the number in unit place should be 0 or 2 or 4 or 6. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന എത്ര ഡിജിറ്റുകൾ, എത്ര നമ്പേഴ്സ് ഉണ്ട്, 4-digit നമ്പറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ദെൻ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന എത്ര 4-digit നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ദെൻ യൂണിറ്റ് പ്ലേസിൽ 4 വരുന്ന 4-digit നമ്പറിൻ്റെ എണ്ണം കണ്ടുപിടിക്കും. ദെൻ യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന 4-digit നമ്പറിൻ്റെ എണ്ണം കണ്ടുപിടിക്കും. ഈ എണ്ണങ്ങളെല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞെന്താ, ഒന്നുകിൽ 0 ഓർ 2 ഓർ 4 ഓർ 6 ഇതിലേതെങ്കിലും ഒരെണ്ണം യൂണിറ്റ് പ്ലേസിൽ വരുമ്പോഴാണ് നമ്പർ ഈവൻ ആവുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓരോന്നും 0, 2, 4, 6 ഈ ഓരോ നമ്പറുകളും യൂണിറ്റ് പ്ലേസിൽ വരുന്ന 4-digit നമ്പേഴ്സിൻ്റെ എണ്ണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈവൻ നമ്പറുകളുടെ എണ്ണം കിട്ടുമല്ലോ. ഇവിടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വരുന്നില്ല. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എവിടെയാണ് വരിക? ഒരു കാര്യം m രീതിയിലും മറ്റൊരു കാര്യം n രീതിയിലും ചെയ്യുന്നെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് m×n രീതിയിൽ ചെയ്യാം. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വരുന്നത്. ഇവിടെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യമല്ല. യൂണിറ്റ് പ്ലേസിൽ 0, 2, 4, 6 എല്ലാം കൂടെ ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ 0, അല്ലെങ്കിൽ 2, അതല്ലെങ്കിൽ 4, അതല്ലെങ്കിൽ 6. അപ്പോൾ ആ നമ്പേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ എണ്ണങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4-digit ഈവൻ നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കും, കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാൻ പോകുന്നു. അപ്പോൾ ആദ്യം അതാ ചെയ്യാൻ പോകുന്നത്, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വിത്ത് 0 ഇൻ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ അവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം 0യെ യൂണിറ്റ് പ്ലേസിൽ അങ്ങ് ഫിക്സ് ചെയ്യുന്നു. യൂണിറ്റ് പ്ലേസിൽ 0യെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇനി ബാക്കി 3 പ്ലേസുകൾ ഫില്ല് ചെയ്താൽ മതിയാവും. 0യെ യൂണിറ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്യുക, ദെൻ ബാക്കി 3 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുക. നമ്മുടെ തന്നിരിക്കുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ 6 വരെയാണ്, 7 ഡിജിറ്റുകളാണുള്ളത്. അതിൽ 0 ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ, യൂണിറ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി 6 ഡിജിറ്റുകളേ ഉള്ളൂ. 1, 2, 3, 4, 5, 6 6 ഡിജിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 0യെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് 6 ഡിജിറ്റാണ്. 0 യൂണിറ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്തല്ലോ, അപ്പോൾ ഇനി ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളത് 3 സ്ഥാനങ്ങളുമാണ്. ഡിജിറ്റ് നോട്ട് റിപ്പീറ്റഡ് പറഞ്ഞിട്ടുണ്ട്. നോട്ട് റിപ്പീറ്റഡ് ആകുമ്പോൾ NPR ആ ഫോമില്ല. റിപ്പീറ്റഡ് ആണെങ്കിൽ n⁻²r. നോട്ട് റിപ്പീറ്റഡ് ആണ്, നമ്മുടെ NPR ആണ് ഫോമില്ല. അപ്പോൾ 6 ഡിജിറ്റുകളാണ് ബാക്കിയുള്ളത്. 7 ഉണ്ടായിരുന്നതിൽ 0 യൂണിറ്റ് പ്ലേസിൽ എഴുതി, ഇനി 6 ബാക്കിയുള്ളൂ. 4 സ്ഥാനത്തുണ്ടായിരുന്നതിൽ യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്തു, ഇനി 3 സ്ഥാനം. അപ്പോൾ 6 ഡിജിറ്റും 3 പ്ലേസുമാണ്. 6p3 രീതിയിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഫിക്സ് 0 ഇൻ ദ യൂണിറ്റ് പ്ലേസ്, ദെൻ there remains എന്ന് എഴുതിക്കൊള്ളാം. then there remains 6 digits and 3 places to fill. 6 ഡിജിറ്റുകളും 3 സ്ഥാനങ്ങളുമുണ്ട്. hence number of numbers with 0 in unit place. യൂണിറ്റ് പ്ലേസിൽ 0 ഉള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6p3. 6p3 മീൻസ് 6ൽ തുടങ്ങി 3 ഫാക്ടർ 6 × 5 × 4 ദാറ്റ് ഈസ് 120. അങ്ങനെ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന 4-digit നമ്പറുകളുടെ എണ്ണം കിട്ടി 120. അടുത്തത് യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന 4-digit നമ്പറുകളുടെ എണ്ണം. അപ്പം നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും, 0 വരുന്ന കണ്ടുപിടിച്ചല്ലോ, അതുപോലെ തന്നെ അല്ലേ? അല്പ വ്യത്യാസമുണ്ട് ഇവിടെ. കാരണം നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 2 വരണം എന്ന് പറയുമ്പോൾ
2-നെ ഫിക്സ് ചെയ്തു, 2-നെ യൂണിറ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്തു. ഇനി ബാക്കി 3 പ്ലേസസ് ആണ് ഫിൽ ചെയ്യാനുള്ളത്. അവിടെ 2-നെയാണ് ഫിക്സ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ഡിജിറ്റുകൾ 0, 1, 3, 4, 5, 6 ആണ്. ഈ ഡിജിറ്റുകളാണ് ഇനി ഉള്ളത്. അപ്പോൾ ഈ ഫിക്സ് 2 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. കണ്ടോ? ടു ഫൈൻഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് വിത്ത് 2 ഇൻ യൂണിറ്റ് പ്ലേസ് എന്ത് ചെയ്യണം? ഫിക്സ് 2 ഇൻ യൂണിറ്റ് പ്ലേസ്. യൂണിറ്റ് പ്ലേസിലാണ്, അല്ലെങ്കിൽ വൺസ് പ്ലേസ്, യൂണിറ്റ് പ്ലേറ്റ് എന്നോ വൺസ് പ്ലേസ് എന്ന് പറയാം. യൂണിറ്റ് പ്ലേസിൽ 2-നെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി 3 ഡിജിറ്റുകളാണ്, 10s പ്ലേസും 100s പ്ലേസും 1000s പ്ലേസും. 3 പ്ലേസുകളാണ് ബാക്കിയുള്ളത്. ആ 7 ഡിജിറ്റിൽ 2 ഉപയോഗിച്ച് കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2-നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 6 ഡിജിറ്റുകളുണ്ട്. ദെൻ ദർ റിമൈൻസ് 6 ഡിജിറ്റ്. ഏതൊക്കെയാ? 0, 1, 3, 4, 5, 6. 6 ഡിജിറ്റുകളുണ്ട്. പക്ഷെ 6 ഡിജിറ്റുകളിൽ ഒരെണ്ണം 0യാ. ആ 1000 പ്ലേസിൽ 0 എഴുതാൻ പറ്റില്ല. അപ്പോൾ 6 ഡിജിറ്റുകൾ ബാക്കിയുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴേ കയറി അവിടെ 6p3 എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ യൂണിറ്റ് പ്ലേസിൽ 0 വന്ന കേസിൽ എന്താ ചെയ്തത്? യൂണിറ്റ് പ്ലേസിൽ 0 വന്ന കേസിൽ നമ്മൾ ചെയ്തത് 0യെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി 6 ഡിജിറ്റ് ഉണ്ടെന്നും 3 സ്ഥാനമുണ്ടെന്നും അതുകൊണ്ട് 6p3 രീതിയിൽ ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ 2-നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 സ്ഥാനവും 3 ഡിജിറ്റും തന്നെയാണ്. 6 ഡിജിറ്റും 3 സ്ഥാനങ്ങളും തന്നെയാണ്. 6 ഡിജിറ്റുകളും 3 പ്ലേസുകളും തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് കയറി 6p3 എന്ന് എഴുതി കളയരുത്. എന്തുകൊണ്ട്? ആ 6 ഡിജിറ്റുകളിൽ ഒരെണ്ണം 0യാ. 0യെ നമുക്ക് 1000s പ്ലേസിൽ എഴുതാൻ പറ്റില്ല. കാരണം 1000s പ്ലേസിൽ 0 എഴുതിയാൽ പിന്നെ അതൊരു 4 ഡിജിറ്റ് നമ്പർ ആവില്ല. അപ്പോൾ ആ 1000s പ്ലേസ് പ്രത്യേകം എടുക്കണം. എങ്ങനെ പ്രത്യേകം എടുക്കും? ഈ 6 ഡിജിറ്റ് ഉണ്ടെങ്കിലും 0 പറ്റില്ല. അപ്പോൾ ബാക്കി 5 ഡിജിറ്റുകളിൽ ഏതെങ്കിലുമേ പറ്റൂ. ദാറ്റ് മീൻസ് 1000s പ്ലേസ് 5 വേസിലാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1000s പ്ലേസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 സ്ഥാനങ്ങൾ. അപ്പോൾ നോക്കുക, ദെൻ ദർ റിമൈൻ 6 ഡിജിറ്റ്സ്. 0, 1, 2, 1, 3, 4, 5, 6. 2 ഇല്ല, 2 എഴുതി കഴിഞ്ഞു. അതുകൊണ്ടാണ് 0, 1, 3, 4, 5, 6 പറഞ്ഞത്. We cannot fill 1000s place with a 0. Hence 1000s place can be filled in 5 ways. അപ്പോൾ ഇത് 5 വേസിൽ ഈ സ്ഥാനം ഫില്ല് ചെയ്യാം. അപ്പോൾ ഇനി എത്ര സ്ഥാനം ബാക്കിയുണ്ട്? യൂണിറ്റ് പ്ലേസ് ആൾറെഡി 2 വെച്ച് ഫില്ല് ചെയ്തല്ലോ. ഇപ്പോൾ നമ്മൾ 1000s പ്ലേസും ഫില്ല് ചെയ്തല്ലോ. അപ്പോൾ ഇനി 2 പ്ലേസ് അല്ലേ ബാക്കിയുള്ളൂ. ഇനി എത്ര ഡിജിറ്റ് ബാക്കിയുണ്ടാവും? 7 ഉണ്ടായിരുന്നതിൽ 2-നെ ഇവിടെ ഉപയോഗിച്ചു. ബാക്കി 6 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം 1000s പ്ലേസിൽ ഉപയോഗിച്ചു. അപ്പോൾ 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലേ? യൂണിറ്റ് പ്ലേസിൽ 2 ഉപയോഗിച്ചു. 1000s പ്ലേസിൽ ഏതോ ഒരു ഡിജിറ്റ് ഉപയോഗിച്ചു. 0 അല്ലാത്ത ഏതോ ഒരു ഡിജിറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇനി ബാക്കി 5 ഡിജിറ്റ് ഉണ്ട്. 5 ഡിജിറ്റും 2 പ്ലേസുമാണ്. ഇനിയിപ്പോൾ 0യ്ക്ക് പ്രശ്നമില്ല. 1000s പ്ലേസിൽ മാത്രമേ 0യ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് 5 ഡിജിറ്റും 2 പ്ലേസസുമാണ്. അത് 5p2 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ദെൻ there remain 6 digits. We cannot fill 1000s place with a 0. 1000s place can be filled in 5 ways. അപ്പോൾ എന്ത് ചെയ്യാം? After filling 1000s place, there remains 5 digits and 2 places to fill. 5 ഡിജിറ്റും 2 സ്ഥാനങ്ങളുമാണ്. അത് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? They can be filled in 5p2 ways. 5p2 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന 4 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം കാണാൻ 2-നെ ഫിക്സ് ചെയ്തു. ബാക്കി 3 സ്ഥാനങ്ങൾ 2 ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7 ഡിജിറ്റിൽ നിന്ന് 2 മാറിയപ്പോൾ 6 ഡിജിറ്റ്. പക്ഷെ അതിൽ 1000 പ്ലേസിൽ 0 പറ്റില്ല. അതുകൊണ്ട് 1000s പ്ലേസ് 5 രീതിയിലേ പറ്റൂ. 5 വേസിൽ 1000s പ്ലേസ് ഫില്ല് ചെയ്യാം. ബാക്കിയുള്ളത് 2 പ്ലേസുകളാണ്. ഡിജിറ്റ് ബാക്കി 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു. 1s പ്ലേസിലും 1000s പ്ലേസിലും ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ബാക്കി 5 ഡിജിറ്റ് ഉണ്ട്. അത് 5p2 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 1000s പ്ലേസ് 5 വേസിലും ബാക്കി 2 സ്ഥാനങ്ങൾ 5p2 വേസിലും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാവുമ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക അല്ലേ? ഹെൻസ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 2 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൻ്റെ ഉപയോഗം ഇവിടെ വരുന്നുണ്ട്. 1000s പ്ലേസ് 5 വേസിൽ ബാക്കി 2 സ്ഥാനങ്ങൾ 5p2 വേസിൽ. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണ്. രണ്ടും ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 5 × 5p2 ആണ്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടി 5 × 5p2. ദാറ്റ് ഈസ് 5 × 5p2 എന്ന് പറഞ്ഞാൽ 5 × 4. ദാറ്റ് മീൻസ് 100 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ 2 എണ്ണം ആണ് ഇപ്പോൾ ചെയ്തത്. എന്തൊക്കെയാണ്? ഒന്ന് യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നതാണ്. അത് നമുക്ക് 120 എന്ന് കിട്ടി. 2 യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നതാണ്. അത് 100 എന്ന് കിട്ടി. ആ എണ്ണം വ്യത്യാസപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? യൂണിറ്റ് പ്ലേസിൽ 0 വരുമ്പോൾ 0യെ നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 7 ഡിജിറ്റിൽ ഒരെണ്ണം പോയി. ബാക്കി 6 ഡിജിറ്റും 3 സ്ഥാനവുമായതുകൊണ്ട് അതിനെ നമ്മൾ 6p3 എന്ന് എഴുതിയത്. പക്ഷേ യൂണിറ്റ് പ്ലേസിൽ 2 വരുമ്പോഴെന്താ വ്യത്യാസം വരുന്നത്? 2-നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പോലെ 6 ഡിജിറ്റും 3 സ്ഥാനവും തന്നെയാണ് ഉള്ളത്. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം,
ബാക്കിയിരിക്കുന്ന 6 എണ്ണത്തിൽ ഒരെണ്ണം സീറോയാണ്, അത് തൗസൻഡ്സ് പ്ലേസിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്പർ ഓഫ് വേസ് 6p3 എന്ന് എഴുതാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? തൗസൻഡ്സ് പ്ലേസിനെ പ്രത്യേകം എടുക്കണം. തൗസൻഡ്സ് പ്ലേസിനെ എടുക്കുമ്പോൾ 6 ഡിജിറ്റ് ഉണ്ടെങ്കിലും സീറോ പറ്റാത്തത് കൊണ്ട് 5 ഡിജിറ്റേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് 5 രീതിയിൽ പറ്റും, 5 വേസിൽ പറ്റും. ഇനി ബാക്കി 2 പ്ലേസേ ഉള്ളൂ, ബാക്കി 5 ഡിജിറ്റേ ഉള്ളൂ, അത് 5p2 വേസിൽ പറ്റും. അപ്പോൾ അത് രണ്ടോടെ ഒരുമിച്ചാവുമ്പോൾ 5 × 5p2 എന്ന് വരും. ഇതാണ് ഈ രണ്ടും തമ്മിലുണ്ടായ വ്യത്യാസം. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മളിപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നതും യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നതുമാണ് നമ്മൾ ചെയ്തത്. ഈ യൂണിറ്റ് പ്ലേസിൽ 4 വരുന്നതുണ്ട്. അതെന്ത് ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ രണ്ടാമത് പറഞ്ഞ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന 4 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ തന്നെയല്ലേ 4 വന്നാലും സംഭവിക്കുക. 2 ഫിക്സ് ചെയ്യുന്നതിന് പകരം 4 ഫിക്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. കാരണം 4 ഫിക്സ് ചെയ്യുമ്പോൾ ബാക്കി 7 ഡിജിറ്റ് ഉണ്ട്, ബാക്കി 6 ഡിജിറ്റ് ഉണ്ട്. അതിൽ 0 1000 പ്ലേസിൽ പറ്റില്ല. അപ്പോൾ 5 രീതിയിൽ, ദെൻ 5 ഡിജിറ്റ് ബാക്കിയുണ്ട്, 2 സ്ഥാനമുണ്ട്, 5p2. 5 × 5p2 എന്ന് തന്നെ വരും. അത് തന്നെയാണ് 6നും വരുന്നത്. 0യ്ക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നിടത്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കി എല്ലായിടത്തും ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 4 വരുന്നതും യൂണിറ്റ് പ്ലേസിൽ 6 വരുന്നതിൻ്റെ എണ്ണം നമ്മൾ വീണ്ടും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ആൻസർ അങ്ങ് എഴുതിയാൽ മതി. കണ്ടോ, നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 2 ഇൻ ദ യൂണിറ്റ് പ്ലേസ് നമുക്ക് 100 എന്ന് കിട്ടി. സിമിലർലി മീൻസ് ഇതേപോലെ സെയിം മെത്തേഡാണ്. അപ്പോൾ സെയിം മെത്തേഡ് ആയതുകൊണ്ട് ഇപ്പോൾ എഴുതിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവർത്തിക്കേണ്ട. സിമിലർലി എന്ന് എഴുതിയാൽ മതി. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 2 എന്നല്ല, 4 എന്ന് തിരുത്തിക്കൊള്ളേ. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 4 ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഈസ് ഈക്വൽ ടു 100. അതുപോലെ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്, 4 എന്നും 6 എന്നും കറക്റ്റ് ചെയ്യണം. 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 4 ഇൻ ദ യൂണിറ്റ് പ്ലേസ് 100. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്, അതും 100 ആണ്. അപ്പോൾ 0 വരുന്നത് 120, 4 വരുന്നത് 100, 6 വരുന്നതും 100. ഈ രണ്ടിടത്തും കറക്ഷൻ ഉണ്ട്. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 4 ഇൻ ദ യൂണിറ്റ് പ്ലേസ് എന്നും നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ് എന്നുമാണ് 100. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് കാണാൻ ഈ 4 ആഡ് ചെയ്താൽ പോരെ. 120 + 100 + 100 + 100 ദാറ്റ് ഈസ് 420. അപ്പോൾ ഇത് ക്ലിയർ ആയത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 1, 2, 3, 4, 5 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഇവിടെ ഡിവിസിബിൾ ബൈ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ നമ്മൾ ചെയ്തതുപോലെ 0 ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാം. ദെൻ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. How many 4 digit even numbers can be formed using the digits 0, 1, 2, 3, 4, 5, 6 if digits can be repeated? നമ്മൾ നേരത്തെ ചെയ്ത 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് തന്നെയാണ്, പക്ഷെ കണ്ടീഷനിലൊരു മാറ്റം വരുത്തി. ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോട്ട് റിപ്പീറ്റഡ് ആകുമ്പോഴാണ് NPR ഉപയോഗിക്കുന്നത്. പക്ഷേ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ NPR അല്ല, n⁻²r ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നേരത്തെ പോലെ തന്നെ 7 ഡിജിറ്റ്സ് ഉണ്ട്. നമ്പർ ഈവൻ ആവണമെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 0, 2, 4, 6 വരണം, എങ്കിൽ മാത്രമേ നമ്പർ ഈവൻ ആകുകയുള്ളൂ. There are 7 digits. If the number is even, the number in unit place should be 0 or 2 or 6. നേരത്തെ പോലെ തന്നെ 0 വരുന്നത്, 2 വരുന്നത് എത്ര, 4 വരുന്നത് എത്ര, 6 വരുന്നത് എത്ര, ഈ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം 0 വരുന്നത് കണ്ടുപിടിക്കാം. അതിന് 0 ഫിക്സ് ചെയ്തു. ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. നമുക്ക് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു ഡിജിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല. അപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഡിജിറ്റുകളുടെ എണ്ണം കുറയുന്നില്ല, കാരണം ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 0 ഫിക്സ് ചെയ്തു. ആദ്യം നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം കാണാൻ പോവുക. ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വിത്ത് 0 ഇൻ ദ യൂണിറ്റ് പ്ലേസ്, ഫിക്സ് 0 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. 0 ഫിക്സ് ചെയ്തു. 0 ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഡിജിറ്റുകൾ 7 എണ്ണം തന്നെ വീണ്ടും ബാക്കിയുണ്ട്, കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 7 ഡിജിറ്റുകൾ ബാക്കിയുണ്ട്. പക്ഷേ 7 ഡിജിറ്റുകൾ ബാക്കിയുണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട്. യൂണിറ്റ് 1000 പ്ലേസ്, ഈ പ്ലേസ് അവിടെ 0 ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 0 ഉപയോഗിച്ചാൽ അത് 4 ഡിജിറ്റ് നമ്പർ ആവില്ല. അപ്പോൾ 7 ഡിജിറ്റ് ബാക്കിയുണ്ട്, പക്ഷെ 1000 പ്ലേസിൽ 0 പറ്റില്ല. അതുകൊണ്ട് 1000 പ്ലേസിൽ
ഈ 0 ഒഴിച്ചുള്ള ഡിജിറ്റേ പറ്റുള്ളൂ. അതുകൊണ്ട് 6 രീതിയിൽ മാത്രമേ തൗസൻഡ്സ് പ്ലേസ് ഫില്ല് ചെയ്യാൻ കഴിയും. ഇവിടെ ഓർക്കേണ്ട, റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. കാരണം 0 ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ 0 ഇല്ലല്ലോ. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ 0 ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 0 അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 0 ഉണ്ട്, 7 ഡിജിറ്റും ഉണ്ട്. പക്ഷെ തൗസൻഡ്സ് പ്ലേസിൽ 0 പറ്റില്ല. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് 6 രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി തൗസൻഡ്സ് പ്ലേസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇനി 2 സ്ഥാനങ്ങളാണ് ബാക്കിയുള്ളത്. യൂണിറ്റ് പ്ലേസ് ആൾറെഡി ചെയ്തല്ലോ, ഇപ്പോൾ തൗസൻഡ്സ് പ്ലേസും ചെയ്തല്ലോ. ഇനി 2 സ്ഥാനങ്ങൾ ബാക്കിയുണ്ട്. ഡിജിറ്റുകളോ, ഡിജിറ്റ് 7 എണ്ണവും ബാക്കിയുണ്ട്. അപ്പോൾ 7 ഡിജിറ്റും 2 പ്ലേസുമാണ് അല്ലേ? എന്താ 7 ബാക്കി ഉണ്ടാവാൻ കാരണം? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 7 ഡിജിറ്റുമുണ്ട്, 2 പ്ലേസുമാണ്. റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫോമിൽ NPR അല്ല, n⁻²r ആണ്. ദാറ്റ് മീൻസ് 7⁻²2 ആണ്. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് 6 രീതിയിൽ, ബാക്കി 2 സ്ഥാനങ്ങൾ 7⁻²2 രീതിയിൽ. അപ്പോൾ അവിടെ എഴുതാം ഉണ്ടോ, ഫിക്സ് 0 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. 0യെ ഫിക്സ് ചെയ്തു. സിൻസ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, ദർ ആർ 7 ഡിജിറ്റ്സ് ആൻഡ് 3 പ്ലേസസ് ടു ഫിൽ. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 7 ഡിജിറ്റും 3 പ്ലേസുമാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും 7⁻³ എന്ന് എഴുതാമെന്ന്. റിപ്പീറ്റ് ചെയ്യാം, അതുകൊണ്ട് n⁻² അല്ലേ, 7⁻³ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? വി കനോട്ട് ഫിൽ തൗസൻഡ്സ് പ്ലേസ് വിത്ത് 0. തൗസൻഡ്സ് പ്ലേസ് 0 ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഹെൻസ് തൗസൻഡ്സ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 ways. തൗസൻഡ്സ് പ്ലേസ് 6 രീതിയിലേ ഫില്ല് ചെയ്യാൻ കഴിയും. ഇനി സിൻസ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് ദർ ആർ 7 ഡിജിറ്റ്സ്, വീണ്ടും 7 ഡിജിറ്റ് തന്നെ ഉണ്ട്. ആൻഡ് 2 പ്ലേസസ് ടു ഫിൽ, 2 സ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ എത്ര രീതി പറ്റും? ദേ ക്യാൻ ബി ഫിൽഡ് ഇൻ 7⁻²2 ways. അപ്പോൾ ഒന്നുകൂടെ തൗസൻഡ്സ് പ്ലേസ് 6 രീതിയിൽ, ബാക്കി 2 സ്ഥാനങ്ങൾ 7⁻² രീതിയിൽ. ഹെൻസ് 0 യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന 4 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം കാണാൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഹെൻസ് നമ്പർ ഓഫ് നമ്പേഴ്സ് വിത്ത് 0 ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു 6 × 7². അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 294 എന്ന് കിട്ടി. ഇനി ഒരു കാര്യം ആലോചിക്കുക, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണമാണ്. ഇനി യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നത്, അതും ഇതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും വരത്തില്ല. കാരണം 2നെ ഫിക്സ് ചെയ്തു, 7 ഡിജിറ്റുകൾ 2നെ ഫിക്സ് ചെയ്തു, വീണ്ടും 7 ഡിജിറ്റ് തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ 0,000 പ്ലേസിൽ 0 പറ്റത്തില്ല. അപ്പോൾ അത് 6 രീതിയിൽ. ഇനി ബാക്കി വീണ്ടും 7 ഡിജിറ്റും ഉണ്ട്, 2 സ്ഥാനമുണ്ട്. വീണ്ടും അപ്പോൾ 7⁻² തന്നെയാണ്, 6 × 7⁻² തന്നെയാണ്. അതേ എണ്ണം തന്നെ വരും. ഈ 0 വരുന്ന അതേ എണ്ണം തന്നെ 2നും 4നും 6നും ഒക്കെ വരും. പക്ഷേ ഒരു കാര്യം, ഡിജിറ്റ്സ് കനോട്ട് ബി റിപ്പീറ്റഡിനകത്ത് അങ്ങനെ അല്ലായിരുന്നു. 0യിൽ അവസാനിക്കുന്ന 4 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണവും 2ൽ അവസാനിക്കുന്ന 4 ഡിജിറ്റിൻ്റെ എണ്ണവും നമ്പറിൻ്റെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. എപ്പോഴേ ഡിജിറ്റ്സ് നോട്ട് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കേസിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 വരുന്ന നമുക്ക് അത് സിമിലർലി എഴുതാം. എന്താണ്? സിമിലർലി നമ്പർ ഓഫ് നമ്പേഴ്സ് വിത്ത് 2 ഇൻ യൂണിറ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു 294. അതുപോലെ നമ്പർ ഓഫ് നമ്പേഴ്സ് വിത്ത് 4 ഇൻ യൂണിറ്റ് പ്ലേസ് അതും 294 തന്നെയാണ്. നമ്പർ ഓഫ് നമ്പേഴ്സ് വിത്ത് 6 ഇൻ യൂണിറ്റ് പ്ലേസ് 294 തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഇഫ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ഈസ് ഈക്വൽ ടു, അത് ആഡ് ചെയ്യുക, 294 പ്ലസ് 294 പ്ലസ് 294 പ്ലസ് 294 ഈക്വൽ ടു 1176. ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂണിറ്റ് പ്ലേസിൽ 0 അല്ലെങ്കിൽ 5 വരണമെന്ന്. ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5 ഇഫ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഞാൻ അതിൻ്റെ ഒരു ഹിൻഡ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകൾ എഴുതി ചെയ്യണം. അടുത്ത 4 flags of different colors are given. How many different signals can be generated if a signal requires the use of 2 flags, one below the other? 4 flags of different colors. Different color ഉള്ള 4 ഫ്ലാഗ് തന്നിരിക്കുന്നു. How many different signals can be generated? എത്ര സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും? If a signal requires the use of 2 flags, ഒരു സിഗ്നൽ ഉണ്ടാവണമെങ്കിൽ the use of 2 flags, 2 ഫ്ലാഗുകൾ വേണം. 1 below the other, ഒന്നിന് താഴെ മറ്റൊന്നായി 2 ഫ്ലാഗുകൾ അറേഞ്ച് ചെയ്യുമ്പോഴാണൊരു സിഗ്നൽ ഉണ്ടാവുന്നത്. എങ്കിൽ എത്ര സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊരു സിഗ്നൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു അറേഞ്ച്മെൻറ്റ്. 2 ഫ്ലാഗുകൾ അറേഞ്ച് ചെയ്യണം. 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോഴാണ് സിഗ്നൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തെ എടുത്ത് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നൽസ് ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു 4p2. 4p2 കാണാൻ 4ൽ തുടങ്ങി 2 എണ്ണം എഴുതിയാൽ മതി. 4 × 3 ഇസ് ഈക്വൽ ടു 12 സിഗ്നൽസ്. അറേഞ്ച്മെൻറ്റിൻ്റെ പ്രോബ്ലം ഒന്നുകൂടി. Given 5 flags of different colors, how many different signals can be generated by arranging
അറ്റ്ലീസ്റ്റ് 3 ഫ്ലാഗ്സ് വൺ ബിലോ ദ അതർ. അവിടെയാണ്. അവിടെ നേരത്തെ പോലെ 3 ഫ്ലാഗ്സ് അല്ല, അറ്റ്ലീസ്റ്റ് 3 ഫ്ലാഗ്സ്. അറ്റ്ലീസ്റ്റ് 3 മീൻസ് മിനിമം 3, കുറഞ്ഞത് 3 എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 3 കൂടുതലോ ആകാം. ദാറ്റ് മീൻസ് 3 ഫ്ലാഗ് അറേഞ്ച് ചെയ്ത് സിഗ്നൽ ഉണ്ടാക്കാം, 4 ഫ്ലാഗ് അറേഞ്ച് ചെയ്ത് സിഗ്നൽ ഉണ്ടാക്കാം, 5 അറേഞ്ച് ചെയ്തും സിഗ്നൽ ഉണ്ടാക്കാം. അപ്പോൾ 3 ഫ്ലാഗുകൾ ഉപയോഗിച്ച് എത്ര സിഗ്നൽ ഉണ്ടാവാം എന്ന് കണ്ടുപിടിക്കണം, 4 ഫ്ലാഗ്സ് ഉപയോഗിച്ച് എത്ര സിഗ്നൽ ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം, 5 എണ്ണവും ഉപയോഗിച്ച് എത്ര സിഗ്നൽ ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഒന്നുകിൽ 3, അല്ലെങ്കിൽ 4, അതല്ലെങ്കിൽ 5. അറ്റ്ലീസ്റ്റ് 3 ആണ്, കുറഞ്ഞത് 3 ആണ്. അപ്പോൾ ഓരോന്നും ഉപയോഗിച്ച് എത്ര സിഗ്നൽസ് ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? ഗിവൺ 5 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ നോക്കാം, how many different signals can be generated by arranging at least 3 flags one below the other. അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ ഓഫ് സിഗ്നൽസ് വിത്ത് 3 ഫ്ലാഗ്സ്, 3 ഫ്ലാഗുള്ള സിഗ്നലിൻ്റെ എണ്ണം നമുക്കറിയാം 5 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം അറേഞ്ച് ചെയ്ത സിഗ്നൽ ഉണ്ടാക്കുമ്പോൾ ആ സിഗ്നലുകളുടെ എണ്ണം 5p3 ആണ്. ദാറ്റ് മീൻസ് 5ൽ തുടങ്ങി 3 ഫാക്ടേഴ്സ്, 5 × 4 × 3, ദാറ്റ് മീൻസ് 60. അടുത്ത നമ്പർ ഓഫ് സിഗ്നൽസ് വിത്ത് 4 ഫ്ലാഗ്സ്, അത് 5p4 ആണ്. 5ൽ തുടങ്ങി 4 എണ്ണം, 5 × 4 × 3 × 2 120 കിട്ടും. അടുത്ത നമ്പർ ഓഫ് സിഗ്നൽസ് വിത്ത് 5 ഫ്ലാഗ്സ്, അത് 5p5 ആണ്. ദാറ്റ് മീൻസ് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ മീൻസ് 5 × 4 × 3 × 2 × 1, അത് 120 എന്ന് കിട്ടും. ഇനി ഇത് 3 കൂടെ ആഡ് ചെയ്താൽ മതി. ദെർഫോർ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നൽസ് ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു 60 + 120 + 120 ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടി. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇത്രയും കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും കുറച്ച് പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.